മുട്ടയിലാണ് നമ്മൾ വ്യാപാരം നടക്കുന്നത്. കിലോ 470 രൂപയ്ക്കാണ്. ആവറേജ് നമ്മൾ 650 ഗ്രാമിന് മുകളിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതൊരു 900 വരെ കൊടുക്കും. അതുപോലെ വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ ഇപ്പോൾ ഈസ്റ്ററിൻ്റെ തലേദിവസം നമ്മൾ 20 രൂപ കൂട്ടും, 490 ആക്കും. പടുതാക്കുളത്തിൽ പൊതുവെ വളർച്ച കുറവാണ്, നാച്ചുറൽ പോണ്ടിൻ്റെ പോലെ. പിന്നെ 3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റണം, തീറ്റ 10% നഷ്ടം വരും. അതിന് ഞാൻ കണ്ടുപിടിച്ചത് ഒരു നാച്ചുറൽ പോണ്ട് ലീസിന് എടുത്തിട്ട് അവിടെ കൂട് പോലെ പണിതു, കൂട് കൃഷി. ജലാശയങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന മത്സ്യങ്ങളിൽ ഒന്നാണ് വരാൽ അഥവാ ബ്രാൽ. സാധാരണ നിലയിൽ 3 കിലോ വരെ തൂക്കം വയ്ക്കുന്ന മത്സ്യം. നനവുള്ള പ്രദേശങ്ങളിലെ ചെളിയിൽ പുതഞ്ഞ് ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ച് കുറച്ചു കാലം വരെ ജീവിക്കാൻ ഈ മത്സ്യത്തിന് പ്രത്യേക കഴിവുണ്ട്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള വരാലുകളെ വളർത്തി വിൽപ്പന നടത്തുന്ന രീതി വിദേശങ്ങളിലാണ് ആദ്യമുണ്ടായത്. ശുദ്ധജലത്തിൽ ലാഭകരമായി വളർത്തുവാൻ കഴിയുന്ന വരാൽ പരിപാലനത്തിൽ ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ, പാകിസ്ഥാൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ എന്നിവരാണ് മുൻനിരയിലുള്ളത്. അക്വാകൾച്ചർ വ്യവസായത്തിലെ പ്രധാന ഇനമായ വരാൽ ശുദ്ധജലത്തിൽ ലാഭകരമായി വളർത്തുവാൻ കഴിയുന്ന ഒരു മത്സ്യമാണ്. 40% മത്സ്യം ഉൾക്കൊണ്ടിട്ടുള്ള കൃത്രിമ ഭക്ഷണമാണ് ഇതിന് നൽകേണ്ടത്. കൃത്രിമ കുളങ്ങളിൽ വളർച്ച പരിമിതമായിരിക്കും. ജലാശയങ്ങളിലെ കൂടുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ സ്ഥാപിച്ച് മികച്ച വളർച്ച നേടിയെടുക്കുവാൻ കഴിയും. നല്ല രീതിയിൽ പരിചരിച്ചാൽ 1 കിലോ വരെ തൂക്കം ഒരു വർഷത്തിനുള്ളിൽ നേടാൻ സാധിക്കും. വരാൽ കൃഷിയിലൂടെ ലക്ഷങ്ങൾ നേടുവാൻ കഴിയുമെന്ന പ്രചാരത്തിലൂടെ കേരളത്തിൽ വരാൽ കൃഷിയിലേക്ക് ഇറങ്ങിയ ഭൂരിഭാഗം ആൾക്കാരും കൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞു. തീറ്റയ്ക്ക് വരുന്ന ചെലവാണ് പ്രധാനം. വളരെ കരുതലോടുകൂടി തീറ്റകൾ നൽകി കൃത്യമായി പരിചരണം നൽകി സംരക്ഷിച്ചു പോരുന്ന സെബിക്ക് വരാൽ കൃഷി ലാഭകരമാണ്. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ഒരു കൃഷി രീതിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. വളർച്ചയും തൂക്കവും എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി കോഴി വേസ്റ്റും ഹോട്ടൽ വേസ്റ്റുകളും മറ്റും നൽകി വളർത്തുന്ന രീതി ചിലരിലുണ്ട്. ഇങ്ങനെ വളർത്തുന്ന മത്സ്യങ്ങളുടെ മാംസത്തിന് യാതൊരുവിധ രുചിയും ടേസ്റ്റും ഉണ്ടാകില്ല. വരാൽ കൃഷിയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആന്ധ്രയിലെ കൃഷിരീതികൾ അനുസരിച്ചാണ് സെബി ഇവിടെ കൃഷി ചെയ്യുന്നത്. അംഗീകൃത തീറ്റകൾ മാത്രം നൽകി വളർത്തുന്നു. അതുകൊണ്ട് നാടൻ വരാലുകളുടെ ഗുണവും രുചിയും ഈ വളർത്തു വരാലിനുണ്ട്. വളരെ ബുദ്ധിമുട്ടില്ലാതെ ലക്ഷങ്ങൾ നേടാൻ കഴിയുമെന്ന വാർത്തകൾ കേട്ട് ഓടിത്തിരിച്ച് ഇതിനു വേണ്ടി ആരും പണം മുടക്കരുത്. കൃഷി വളരെയധികം ശ്രദ്ധയോടെ കണ്ട് മനസ്സിലാക്കി തങ്ങൾക്ക് പറ്റും എന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ കൃഷിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായി വളർത്തി പരിചരിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വരാൽ വളർത്തലിലൂടെ മികച്ച ലാഭം നേടുവാൻ കഴിയൂ. കോഴി വേസ്റ്റുകളും മറ്റും നൽകി നഷ്ടം ഉണ്ടാക്കാതിരിക്കുക. അതിനാൽ വരാൽ തീറ്റകൾ മാത്രം നൽകി വളർത്തുന്ന രീതിയാണ് സെബി പിന്തുടരുന്നത്. ഏതൊരു കൃഷിയായാലും മാർക്കറ്റിംഗ് നടത്തുവാൻ പറ്റുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഇനി സെബിയുടെ കൃഷിക്കാഴ്ചകൾ കാണാം. കുട്ടികളെ എപ്പോഴും ഒരു 6 ഇഞ്ച് വലുപ്പമുള്ള കുട്ടികളായിരിക്കും നല്ലത് വളർത്താൻ. കാരണം ഈ 3 ഇഞ്ചിനെ കാശ് ലാഭത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തീറ്റയ്ക്ക് ഭയങ്കര വില കൂടുതലും രക്ഷപ്പെട്ടു വരാൻ വിഷമമാണ്. അപ്പോൾ എപ്പോഴും ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വലുപ്പത്തിലുള്ളത് വാങ്ങുക. അപ്പോൾ 2 mm തീറ്റ കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് തീറ്റയിൽ ലാഭമുണ്ട്. പിന്നെ വലിയ മീൻ ചെറിയ മീനെ പിടിച്ച് തിന്നുന്ന ഷൂട്ടേഴ്സ് ഉണ്ട്. ഈ ഷൂട്ടേഴ്സ് കുറയും ഈ 6 ഇഞ്ചിൽ വരുമ്പോൾ. അതാണ് കുട്ടികളെ എടുക്കുന്നത്. പിന്നെ കുട്ടികളെ ഓരോ ടാങ്കിലും ഇപ്പം ഞാൻ വളർത്തുന്നത് 5 ഡയമീറ്ററിൽ 350 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അതിട്ട് 10 എണ്ണത്തിലിട്ടിട്ട് 3500 ആണ്. ആ
അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ എല്ലാ ഷൂട്ടേഴ്സും പിന്നെയും വരും, വലിപ്പം കൂടുതലുള്ള. അങ്ങനെ 25 എണ്ണം വീതം 10 എണ്ണത്തിൽ നിന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ 35 എണ്ണം ഒരു ടാങ്കിൽ നിന്ന് എടുക്കും. അങ്ങനെ 11ാമത്തെ ടാങ്കിൽ നമ്മൾ ഒരു 350 എണ്ണം പിന്നെയും കൊടുത്തിടും. അത് കുറച്ച് വലിപ്പം കൂടുതലാണ്. അവർക്ക് സ്പെഷ്യലായിട്ട് തീറ്റ കൊടുത്താൽ ഒരു കൊല്ലം കൊണ്ട് ഒരു 9 മാസം കൊണ്ട് വളരുന്നത് അത് ഒരു 7 മാസം കൊണ്ട് വളർച്ച കൂടും. ആ ടൈപ്പ് അത് നമുക്കൊരു ബോണസ് പോലെ കിട്ടും, വലിപ്പം കൂടുതൽ. പിന്നെ ഞാൻ ചെയ്യുന്ന രീതി, പടുതാക്കുളത്തിൽ പൊതുവെ വളർച്ച കുറവാണ്, നാച്ചുറൽ പോണ്ടിൻ്റെ പോലെ. പിന്നെ 3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റണം, തീറ്റ 10% നഷ്ടം വരും. അതിന് ഞാൻ കണ്ടുപിടിച്ചത് ഒരു നാച്ചുറൽ പോണ്ട് ലീസിന് എടുത്തിട്ട് അവിടെ കൂട് പോലെ പണിതു, കൂട് കൃഷി. ഇവിടുന്ന് ഒരു 300 ഗ്രാം ആകുമ്പോൾ അവിടെ ആ കൂട്ടിൽ കൊണ്ടിടും. അവിടെ 250 എണ്ണമാണ് ഒരു കൂട്ടിലിടുന്നത്. 20-20ൻ്റെ കൂടാണ് ചെയ്യുന്നത്. ഞാനൊരു 50 സെൻറ്റ് എടുത്തിട്ട് 12 കൂടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2500 മീനെയാണ് ഒരു ടൈമിലിടുള്ളൂ. അപ്പോൾ അതൊരു 5 മാസം കൊണ്ട് അവിടെ വിളവെടുപ്പ് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരും. അങ്ങനെ കൊല്ലത്തിൽ 2 പ്രാവശ്യം അവിടെ വിളവെടുപ്പ് എടുക്കാം. ഇവിടെയാണെങ്കിൽ നമുക്ക് 300 ഗ്രാമിൽ വളരെയധികം പെട്ടെന്ന് വളർത്തി വലുതാക്കുകയും ചെയ്യാം. ഈ ആമ, അതേപോലെ ഈ ചെറിയ നീർക്കോലി പാമ്പുകൾ, അതുപോലെ ഞണ്ട്, ഇതൊന്നും ഈ കുട്ടികളെ അറ്റാക്ക് ചെയ്യില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് സേഫ് ആക്കിയിട്ട് 300 ഗ്രാം വളർത്താം. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടിടും. അവിടെ കൊണ്ടിടുമ്പോൾ ഒരു പ്രത്യേകം നോക്കേണ്ടത്, ആമ, ഞണ്ട്, ചെറിയ മീനുകൾ, അല്ല ചെറിയ പാമ്പുകൾ എന്ന് വെച്ചാൽ നീർക്കോലി എന്നാണ് ഇവിടെ പറയുന്നത്, വെള്ളത്തിൽ ജീവിക്കുന്നത്, അതൊക്കെ ഉണ്ടെങ്കിൽ ഈ മീനുകളെ തിന്നും. അപ്പോൾ അത് ഉള്ളിലേക്ക് കിടക്കാത്ത പോലത്തെ ഒരു 2 mm നെറ്റിൻ്റെ വലിപ്പം 2 mm, 2 mm 2 സെൻറ്റിമീറ്റർ നെറ്റിൻ്റെ കണ്ണിയിലെ ഇതിനനുസരിച്ച് വേണം അത് വളർത്താൻ. ആമയുണ്ടെങ്കിൽ അതിനെ പിടിച്ച് മാറ്റും വേണം. നാടൻ വരാലുകളുടെ ഗുണവും രുചിയും ഉറപ്പുവരുത്തി കൃത്യമായ പരിചരണത്തിലൂടെ ശാസ്ത്രീയമായ തീറ്റകൾ മാത്രം നൽകി കൃത്രിമ കുളത്തിലും ജലാശയങ്ങളിലുമായി വളർത്തിയെടുക്കുന്ന വരാലുകൾക്ക് ഗുണങ്ങൾ ഏറെയുണ്ട്. 6 മാസം കഴിയുന്നതോടെ 400 മുതൽ 550 ഗ്രാം വരെ തൂക്കം വയ്ക്കും. ഈ സമയത്ത് ഇവയെ പിടിച്ച് വിൽപ്പന നടത്തുന്നു. വർഷം മുഴുവൻ പിടിച്ച് വിൽപ്പന നടത്താൻ കഴിയുന്ന രീതിയിലാണ് മീൻ പരിപാലനം. മൂല്യവർധന നടത്തിയാൽ കൂടുതൽ ലാഭമുണ്ടാക്കുവാൻ കഴിയുമെന്ന് സെബി പറയുന്നു. ഇവിടെ നമുക്ക് ഹോൾസെയിലായിട്ടല്ല, നമ്മൾ റീറ്റെയിലാണ് നമ്മൾ വ്യാപാരം നടക്കുന്നത്. കിലോ 470 രൂപയ്ക്കാണ്. ആവറേജ് നമ്മൾ 650 ഗ്രാമിന് മുകളിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതൊരു 900 വരെ കൊടുക്കും. അതുപോലെ വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ, ഇപ്പോൾ ഈസ്റ്ററിൻ്റെ തലേദിവസം നമ്മൾ 20 രൂപ കൂട്ടും, 490 ആക്കും. ക്രിസ്മസിൻ്റെ തലേദിവസം 490, അത് കഴിഞ്ഞാൽ 470. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ കൊടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ഡ്രസ്സ് ചെയ്ത് നുറുക്കി കൊടുക്കും. അതിന് 20 രൂപ നമ്മൾ വാങ്ങും. അത് ട്രിമ്മർ കൊണ്ട്, സ്കാലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് മെഷീൻ ഉണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊരു ഏകദേശം ഒരു 10,000 രൂപ വരും. പിന്നെയുള്ളത് ഉണക്കമീനാണ്. ഉണക്കമീൻ വെച്ചാൽ നമ്മളൊരു 400-നും 500-ൻ്റെ ഇടയിലുള്ള വലിപ്പമുള്ള മീനുകളെയാണ് നമ്മൾ ഉണക്കി കൊടുക്കുന്നത്. അത് കൂടുതൽ ഈ ഏരിയയിൽ നമുക്ക് വിദേശത്ത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉണക്കുന്ന മീനിന് മണം ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 കൊല്ലം കിട്ടും. അപ്പോൾ ഫ്രിഡ്ജ് ടു ഫ്രിഡ്ജ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് കുറയും. അത് മുളക് പരട്ടി വറക്കാം. റെഡി ടു ഈറ്റ് എന്നുള്ള പോലെയാണ് അത് ചെയ്യുന്നത്. അത് കൂടുതലും ഗൾഫ് മലയാളികൾ, അതുപോലെ യൂറോപ്യൻ നാട്ടിലുള്ളവർക്കും ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അതിൽ തല വാലൊന്നും ഇല്ലാതെ വേണമെന്നുള്ളവർക്ക് 1800-ഉം മറ്റവർക്ക് 1200-ഉം. കാരണം 4 കിലോ ഉണക്കിയാലാണ് 1 കിലോ ഇത് വരിക. വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചാർജ് വരുന്നത്. പക്ഷേ വിദേശ മലയാളികൾക്ക് അത് നല്ല താല്പര്യമാണ്.